ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് പൊടി വെച്ച് കുറച്ച് ഏറെ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ചിരകിയ നാളികേരം, 3 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 4 ടീസ്പൂൺ നെയ്യ്. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തേക്കുന്ന മധുരം കറക്റ്റായിരിക്കും കേട്ടോ. കൂടുതൽ വേണമെന്നുള്ളവർ ആഡ് ചെയ്തോളൂ. പിന്നെ അതുപോലെ ഇതിന് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഈ രീതിയിൽ വരണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നെയ്യ് ചേർക്കണം. പുട്ടിനൊക്കെ നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ വരില്ല, അങ്ങനെ വരണം. ഇനി നമുക്കിതിലേക്ക് പാല് തളിച്ച് കൊടുത്ത് ഒരു ഡോ ആക്കി എടുക്കണം. കുറേശ്ശെ ചേർത്ത് ഫസ്റ്റ് കുഴയ്ക്കുക, പിന്നെ ആവശ്യം വരുന്ന അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാൽ ഇഷ്ടമില്ലാത്തവർ വെള്ളം യൂസ് ചെയ്തോളും. നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ റവ ചേർത്ത കാരണം ഈ ഡോ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. നമ്മൾ സോഫ്റ്റ് ആയിട്ടാണ് വെച്ചത്, പക്ഷെ ഡോ ഒന്നും കൂടി ഇറുകിയിട്ട റവയായ കാരണം നമുക്ക് ഈ ഡോ 2ആയിട്ട് വീതിക്കാം. ഒന്നും കൂടി കറക്റ്റ് റൗണ്ട് ആക്കുക. വീതിച്ചതിന് ശേഷം 2 ഡോവിൽ നിന്ന് 1 ഡോ ഫസ്റ്റ് എടുക്കുക. ഇത് റോള് പോലെ നമുക്ക് ഉരുട്ടിയെടുക്കണം. നമ്മൾ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് വെച്ച് മുറിക്കാം. നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് വക്കൊക്കെ പൊട്ടിയെന്നുണ്ടെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കണം കേട്ടോ. കൈ വെച്ച് ഷേപ്പ് ആക്കുമ്പോൾ കറക്റ്റ് ഷേപ്പായി കിട്ടും. 2 ഭാഗം എടുത്ത് ഒന്ന് ഷേപ്പ് ആക്കുക. ഇതുപോലെ വക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. എല്ലാം നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം ഷേപ്പാക്കി എടുത്തു. മുറിച്ചതിൻ്റെ ശേഷം വക്കൊക്കെ കൈ വെച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടാവാനേ പാടുള്ളൂ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഈ ബബിൾസ് വരാനേ പാടുള്ളൂ കേട്ടോ. ഇട്ടതിൻ്റെ ശേഷം ഫ്ലെയിം സിമ്മിൽ വെക്കുക, എന്നാലേ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്ത് എടുക്കണം. നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം മറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് അടിഭാഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ട്രിപ്പ് റെഡി ആയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.